നമ്മൾ ഈശോയെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈശോ നമ്മളെ എത്ര അധികമായി സ്നേഹിച്ചു എന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താണെന്ന് പറയാം, ഇപ്പം നമ്മൾ ഈശോയെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ പലതിനും നമ്മുടെ മനസ്സിൽ കണക്കുകൾ വരും. നമ്മൾ പ്രാർത്ഥിച്ചത്, നമ്മൾ ത്യാഗം ചെയ്തത്, നമ്മൾ ആരാധിച്ചത്, നമ്മൾ പരോപകാര പ്രവൃത്തികൾ ചെയ്തത്, അങ്ങനെ പല കാര്യങ്ങളുടെയും കണക്കുകൾ നമ്മുടെ മനസ്സിൽ വരും, നമ്മുടെ ഹൃദയത്തിൽ വരും. ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് ഏറ്റവും അവസാനം ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചെന്നിരിക്കാം. അപ്പം നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിച്ചതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നെങ്കിൽ, അല്ലെ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ചെയ്തത്, നമ്മൾ പ്രവർത്തിച്ചത്, അതിലാണ് നമ്മൾ കൂടുതൽ കണക്ക് വെക്കുന്നെങ്കിൽ ആ വിശ്വാസം ശക്തമായിരിക്കില്ല, ആ വിശ്വാസം സ്ട്രോങ് ആയിരിക്കില്ല. അങ്ങനെയുള്ള വിശ്വാസം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഇല്ലാതായിട്ട് പോകും. ക്രിസ്തു ഈശോ നമ്മളെ സ്നേഹിച്ചതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരിക്കലും നമ്മൾ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന്, ഈശോയിൽ നിന്ന് നമ്മൾ ഒരിക്കലും അകന്നു പോകില്ല. അതുകൊണ്ടല്ലേ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 35-ാം തിരുലിഖിതത്തിലെ വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? എങ്ങനെയാണ് പൗലോസ്ലീഹ പറയുന്നത്? പൗലോസ് ക്രിസ്തുവിനെ സ്നേഹിച്ചതിനെ കുറിച്ചല്ല ഇവിടെ പൗലോസ് പറയുന്നത്, അല്ലെങ്കിൽ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ക്രിസ്തുവിനെ എത്രമാത്രം സ്നേഹിച്ചതിനെ കുറിച്ചല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പകരം ക്രിസ്തു അവരെ, പൗലോസിനെ എത്രമാത്രം സ്നേഹിച്ചു, എത്ര അധികമായിട്ട് സ്നേഹിച്ചു. ഈശോ പീഡകളേറ്റ്, പീഡകൾ സഹിച്ച്, കുരിശിൽ തറയ്ക്കപ്പെട്ട് നമുക്ക് വേണ്ടി മരിച്ചതിനെക്കുറിച്ച്, ഈശോയ്ക്ക് നമ്മോടുണ്ടായ ആ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിനെ വിട്ടകലാതിരിക്കാനായിട്ട് പറ്റുക. ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇങ്ങനെയുള്ള ഒരു ദുരിതത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപ്പെടുത്താനായിട്ട് പറ്റില്ല. ക്രിസ്തുവിനോട് ചേർന്ന് ആഴമായിട്ടുള്ള വിശ്വാസത്തിൽ എന്നും നിലനിൽക്കാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഈശോ നിന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കുക. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും ഈശോ നിനക്ക് വേണ്ടി മരിച്ചതിനെക്കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കുക. അങ്ങനെയുള്ള ധ്യാനങ്ങളാണ് നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്. അങ്ങനെയുള്ള ധ്യാനങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈശോയിൽ നിന്ന് ഒരിക്കലും അകന്നു പോവില്ല. വിശുദ്ധ പൗലോസ് മരണത്തിൽ പോലും ക്രിസ്തുവിനെ വിട്ടുപിരിയാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? ഈശോയുടെ ആഴമായിട്ടുള്ള സ്നേഹം എന്താണെന്ന് വിശുദ്ധ പൗലോസിന് അനുഭവിച്ചറിയാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് എപ്പോഴും മരണത്തിൽ പോലും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് നമ്മോടുള്ള ആ വലിയ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിയാനും അങ്ങനെ ഒരു ജ്ഞാനം നമുക്ക് കിട്ടി, അതിലൂടെ നമ്മുടെ വിശ്വാസത്തിൽ എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ അസ്വസ്ഥതകളിലും, എല്ലാ വേദനകളിലും ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള വലിയൊരു കൃപയ്ക്കായിട്ട് നമുക്കിപ്പോൾ ഒരു ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.